ഗായ്സ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹെലൻസ് വേൾഡ്. ഇന്ന് ഓശാന ഞായറാഴ്ച ഒക്കെ ആയതുകൊണ്ട് ഞങ്ങൾ നേരെ പുത്തമ്പള്ളിക്കായിട്ടോ പോയത്. പുത്തമ്പള്ളിയിൽ 6:30 കുർബാന, പക്ഷേ കുർബാന കഴിഞ്ഞപ്പോൾ ഒരു 9 മണി അടുത്തൊക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ തിരിച്ച് വീട്ടിൽ വന്ന് ഫുഡ് ഉണ്ടാക്കലും ഒക്കെ നടക്കുന്ന കേസല്ല. അതുകൊണ്ട് ഞങ്ങൾ അവിടെ അടുത്തുള്ള അക്ഷയ ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. ഞാനൊരു മസാല ദോശ കഴിച്ചു, ബേബി ഇഡ്ഡലി കഴിച്ചു, പിന്നെ ഒരു കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് വന്നു. കുറച്ച് നേരം നമ്മൾ റൗണ്ടിൽ കൂടെയൊക്കെ കറങ്ങി നടന്നായിരുന്നു കേട്ടോ. അങ്ങനെ അപ്പോൾ നമുക്ക് പുത്തമ്പള്ളിയിലെ വിശേഷങ്ങൾ കണ്ടിട്ട് വന്നാലോ. പിന്നെ നമുക്ക് വീട്ടിലെ വിശേഷങ്ങൾ കാണാം. ഓശാന വിളികൾ ഉയരുകയായി, വാനിൽ മാലാഖമാർ പാടും പാട്ടിൻ അലകൾ ഉയർ അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നപ്പോൾ നമ്മുടെ ചേച്ചി തന്നു കിട്ട സാധനങ്ങളൊക്കെ ഇന്നാണ് ഞാൻ നോക്കുന്നത് കേട്ടോ. ഇന്നലെ വൈകിട്ട് നമ്മൾ ചേച്ചിനെ കാണാൻ ചെന്നായിരുന്നു, അതിൻ്റെ വീഡിയോ ഇപ്പോൾ കൊടുക്കാം. അപ്പോൾ ചേച്ചി അവിടുന്ന് ചക്ക വരട്ടിയതും മുരിങ്ങക്കോലും പിന്നെ 2 തരം മാങ്ങ തന്നു. ഈ മാങ്ങ നല്ല പുളിയുള്ളത്, മറ്റേ നല്ല മധുരമുള്ളത്. അപ്പോൾ മധുരമുള്ള മാങ്ങ ഞങ്ങൾ എന്തെടുത്തു, ഞങ്ങൾ അങ്ങ് മുറിച്ച് കഴിച്ചു. മറ്റേ മധുരം ഇല്ലാത്ത ഇച്ചിരി പുളിയുള്ള മാങ്ങ നാളെ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ചെക്കൻ നല്ല തട്ടാണ്. അങ്ങനെ അതെല്ലാം കഴിച്ച് കഴിഞ്ഞ് ചേച്ചിയുടെ വീട്ടിൽ വന്നേ ചക്ക വരട്ടി ചേച്ചി ഉണ്ടാക്കിയതാ, അതോ വേറെ മാങ്ങ ഉണ്ടായിരുന്നല്ലോ. താങ്ക് യു. അതിനി ഞാൻ എവിടോട്ട് പിടിക്കാം. ചേച്ചിയുടെ വീട്ടിൽ വന്ന് നമ്മൾ സാമഗ്രികൾ മൊത്തം എടുത്തിട്ട് പോവാ. അതെത്തുമോ ചേച്ചി? നമ്മൾ അടുക്കളയിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ചൂട്. അതിൻ്റെ കൂടെ ഉണ്ടല്ലോ, ഈ അടുപ്പും കൂടി കത്തുമ്പോഴത്തേക്ക് നല്ല ചൂടാണ്. ഞാനിങ്ങനെ കുറച്ച് നേരം ഫാൻ്റെ അടുത്ത് പോയിരിക്കും, പിന്നെ വരും, പിന്നെയും കുറച്ച് നേരം ഫാൻ്റെ അടുത്ത് പോയിരിക്കും, പിന്നെ വരും. അപ്പോൾ ഞാൻ ഓർക്കുവാണേ, ഇപ്പം നമ്മൾ ഗ്യാസിൽ ഇത്ര ചൂട് പറയുന്നത്, അപ്പം നല്ല അടുപ്പിൻ്റെ അടുത്തൊക്കെ നിന്ന് കുക്ക് ചെയ്യുന്നവരുടെ അവസ്ഥ ഞാൻ ശരിക്കും നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ എനിക്ക് ഇത്രയും ചൂട് കൂടാൻ കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ മേളിലാണേ. മേളിൽ മറ്റേ എന്താ പറയണ്ട, ഞാൻ കാണിച്ചു തരാം. ഷീറ്റിൻ്റെ അടിയിലാണ് നമ്മൾ റൂം കെട്ടിയെടുത്തേക്കുന്നത്. അതിൻ്റെ ഇവിടെ സീലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഇങ്ങനത്തെ ഷീറ്റാണ് കണ്ടോ. അപ്പോൾ അതിൻ്റെ ചൂട് ഭയങ്കര ചൂടാണ്. പിന്നെ ദേ ഞങ്ങൾക്ക് ഇവിടെ ജനലയിൽ കൂടി നോക്കിക്കഴിഞ്ഞാൽ റോഡിൽ കൂടി പോകുന്നവരെയൊക്കെ കാണാം, പായി നോക്കാം, അങ്ങനെ കുറേ ഗുണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കഞ്ഞിക്ക് വെള്ളം വെച്ചിട്ടുണ്ട്, അത് ചൂടായിക്കൊണ്ടിരിക്കുന്നു. മസാല ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഞാനിവിടെ പൊന്നിയരി ആട്ടോ യൂസ് ചെയ്യുന്നത്. പൊന്നിയരിയാണ് അത്. എനിക്ക് അതിൻ്റെ ടേസ്റ്റും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം പൊന്നിയരി ആകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ, ഗ്യാസും ലാഭം. ചേച്ചിയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ക്ലിപ്പ് ഞാൻ കൊടുക്കാം കേട്ടോ. രാത്രി പോയിട്ടുണ്ടായിരുന്നു, രാത്രിയല്ല ഒരു 6 മണിയൊക്കെ ചെന്നു. അപ്പോൾ ചേച്ചിയുടെ കയ്യിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് വന്നു. അതിൽ മുരിങ്ങക്കോലുണ്ട്, പിന്നെ ഞാൻ കടയിൽ നിന്ന് പോയി മേടിച്ച തക്കാളി. അപ്പം തക്കാളിയും മുരിങ്ങക്കോലും ചാറ് വയ്ക്കാം. എനിക്ക് തക്കാളി ചാറ് ഭയങ്കര ഇഷ്ടമാണ്, അവന് മുരിങ്ങക്കോലും. അപ്പം അവന് മുരിങ്ങക്കോല്, എനിക്ക് തക്കാളി, 2 ഈക്കളായി പോയി. അപ്പം തേങ്ങ മേടിക്കാൻ വേണ്ടി ചെറുക്കനെ താഴത്തോട്ട് വിട്ടിട്ടുണ്ട്. കഞ്ഞി തിളച്ച് തുടങ്ങി. അപ്പോൾ ഇത് ഒരു 2-3 തിളയാകുമ്പോഴത്തേക്ക് കഞ്ഞി വേവും കേട്ടോ, പെട്ടെന്ന് വേവും. മസാല ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഞാനിവിടെ പൊന്നിയരി ആട്ടോ യൂസ് ചെയ്യുന്നത്. പൊന്നിയരിയാണ് അത്. എനിക്ക് അതിൻ്റെ ടേസ്റ്റും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം പൊന്നിയരി ആകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ, ഗ്യാസും ലാഭം.
പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ക്ലിപ്പ് ഞാൻ കൊടുക്കാറുണ്ട്. രാത്രി പോയിട്ടുണ്ടായിരുന്നു. രാത്രിയല്ല, ഒരു 6 മണിയൊക്കെ ചെന്നു. അപ്പോൾ ചേച്ചിയുടെ കയ്യിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് വന്നു. അതിൽ മുരിങ്ങക്കോലുണ്ട്. പിന്നെ ഞാൻ കടയിൽ നിന്ന് പോയി മേടിച്ച തക്കാളി. അപ്പം തക്കാളിയും മുരിങ്ങക്കോലും ചാറ് വയ്ക്കാം. എനിക്ക് തക്കാളി ചാറ് ഭയങ്കര ഇഷ്ടമാണ്. അവന് മുരിങ്ങക്കോലും. അപ്പം അവന് മുരിങ്ങക്കോല്, എനിക്ക് തക്കാളി, 2 ഈക്കളായി പോയി. അപ്പം തേങ്ങ മേടിക്കാൻ വേണ്ടി ചെറുക്കനെ താഴത്തോട്ട് വിട്ടിട്ടുണ്ട്. കഞ്ഞി തിളച്ച് തുടങ്ങി. അപ്പോൾ ഇത് ഒരു 2-3 തിളയാകുമ്പോഴത്തേക്ക് കഞ്ഞി വേവും കേട്ടോ, പെട്ടെന്ന് വേവും. നമുക്ക് കറിക്കുള്ള സാധനം അരിഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ ഞാൻ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എല്ലാ പ്രാവശ്യവും ഞാൻ നോമ്പ് എടുക്കാറില്ല കേട്ടോ. ഞാൻ നോമ്പ് അങ്ങനെ എടുക്കാറില്ല. 25 നോമ്പ് എടുക്കാറില്ല, 15 നോമ്പ് എടുക്കാറില്ല, പിന്നെ 50 നോമ്പ് തീരെ എടുക്കാറില്ല. എനിക്ക് പറ്റത്തില്ല. പക്ഷേ ഈ പ്രാവശ്യം എന്തായാലും ഞാൻ നോമ്പ് എടുക്കാൻ തീരുമാനിച്ചു. എല്ലാ പ്രാവശ്യവും ആരെങ്കിലൊക്കെ നിർബന്ധിച്ചിട്ടെങ്കിലും ഞാൻ നോമ്പെടുക്കാൻ തുടങ്ങുവേ. നോമ്പെടുക്കാൻ തുടങ്ങി അതുവരെ ഇല്ലാത്ത കല്യാണങ്ങൾ, മാമോദിസ, ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോരോ പരിപാടി വരും. എന്നിട്ട് എന്തുവാ, നമ്മളവിടെ ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് അപ്പുറത്തെ പ്ലേറ്റ് ഇപ്പുറത്തെ പ്ലേറ്റ് നോക്കുമ്പോൾ നമുക്ക് ടെൻഡൻസി, എനിക്കങ്ങനെ കേട്ടോ. അപ്പോൾ ഞാൻ പയ്യെ ദൈവത്തോട് പ്രാർത്ഥിക്കും, ദൈവമേ ഇന്ന് വരെ നോമ്പെടുത്തിട്ടുണ്ട്, ഇന്ന് മുട്ടും മുറിക്കും കേട്ടാ, അതുകൊണ്ട് ഞാൻ കഴിക്കും കേട്ടോ. പക്ഷേ ഈ പ്രാവശ്യം പരിപാടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം എന്തായാലും ഞാൻ കടുത്ത നോമ്പായിരുന്നു. 50 ദിവസമായിട്ട് ഞാൻ പച്ചക്കറി, പിന്നെ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും മുട്ട പാലൊക്കെ ഒഴിവാക്കും. അല്ലാണ്ട് 50 ദിവസവും ഞാൻ കറക്റ്റായിട്ട് നോമ്പ് എടുത്ത്. ആദ്യമായിട്ടാ. അയ്യോ, എനിക്ക് ഭയങ്കര സന്തോഷം. ഇനിയിപ്പം അത് എടുത്ത് കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ അതുമായിട്ട് യൂസ്ഡ് ആയിട്ടാ. പിന്നെ എനിക്ക് അങ്ങനെ എന്തെങ്കിലും കണ്ടാലും കഴിക്കണമെന്നൊന്നും അങ്ങനെ തോന്നുന്നൊന്നുമില്ല. സാധാരണ അങ്ങനെയല്ല, എന്തെങ്കിലും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെ കഴിക്കണം. പിന്നെ ഏതെങ്കിലും അതുവരെ നമുക്ക് അപ്പുറത്തെ ഇപ്പുറത്തെ വീട്ടിൽ മുട്ട പൊരിക്കുന്ന മണം അറിയത്തില്ല, മീൻ വറക്കുന്ന മണമൊന്നും അറിയത്തില്ല. നോമ്പ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മണമൊക്കെ കൃത്യം നമ്മുടെ മൂക്കിൽ കയറും. ഇങ്ങനെ അനുഭവമുള്ള ആരെങ്കിലും ഉണ്ടോ? എനിക്കങ്ങനെ കേട്ടോ. അടുത്ത അയലോക്കത്തിൻ്റെ അപ്പുറത്തെ വീട്ടിൽ വെക്കുന്ന മീനിൻ്റെ മണം വരെ എൻ്റെ മൂക്കിൽ വരും. എനിക്ക് മീനെന്ന് പറഞ്ഞാൽ ഭയങ്കര വീക്ക്നെസ്സാണ്. ജോമോന് ഇങ്ങനെ ചിക്കൻ, ബീഫ്, പോർക്ക് അങ്ങനെയുള്ള സാധനത്തിനോടൊക്കെ. പക്ഷെ എനിക്ക് മീനോട് ഭയങ്കര ആക്രാന്തമാണ്. അതിനകത്ത് ഒരു ഉണക്കമീനെങ്കിലും ഇല്ലെങ്കിൽ എനിക്ക് ഇറങ്ങത്തില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ അതൊക്കെ മാറി ഈ പ്രാവശ്യം വണ്ടി പോകും. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് ഇവിടെ ഭയങ്കര ശല്യമല്ല, ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എപ്പോഴും ഇതിവിടുന്ന് പൂമലയ്ക്ക് കിടക്കുന്ന വഴിയാണ്. അപ്പം എപ്പോഴും ഇങ്ങനെ വണ്ടി പോയിക്കൊണ്ടിരിക്കും. അതിലേറ്റവും സഹിക്കാൻ പറ്റാത്തത് ഈ പോയ സാധനമാണ്, മറ്റേ ആപ്പയില്ലേ ഓട്ടോ, അതിനെ കട്ട. പിന്നെ വേറൊരു വണ്ടി കൂടെ ഉണ്ട്, ഒരു പെട്രോൾ ഓട്ടോ വണ്ടി കൂടി കട്ട എന്ന് പറഞ്ഞിട്ട് പോകുന്നു. ഓ, ഭയങ്കര ശബ്ദമാണേ. ഇങ്ങനെ തെരു വണ്ടി പോയിക്കൊണ്ടിരിക്കും. വണ്ടിയല്ലേ, പോകണ്ടല്ലേ. അപ്പോൾ അതിനുള്ള പരിഹാരം എന്തായാലും ഞാൻ ഈ 2-3 ആഴ്ചയ്ക്കുള്ളിൽ ഒപ്പിക്കും. ഞാനൊരു മൈക്ക് വാങ്ങിക്കും. ശബ്ദം കേട്ടോ, അങ്ങേയറ്റത്തെ വളവിന് ചെല്ലുന്നിടം വരെ ആ ശബ്ദം നമുക്കിവിടെ കേൾക്കാൻ പറ്റും. അപ്പം നമുക്ക് എന്തെങ്കിലും കറി വയ്ക്കാം, പിന്നെ കഥകളൊക്കെ പറയാം അടുത്തോ. ചൂട് ഭയങ്കരമാണ് ഗൈസ്. അപ്പോൾ ഞാൻ ഇവിടെ കൂളർ ഇട്ടിട്ടിരിക്കുക. ഞാൻ ഒരു കൂളറിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതും നിങ്ങളൊന്ന് കണ്ടു നോക്ക്, ഭയങ്കര റിലീഫാണ്. ഇപ്പം ഈ ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് വെള്ളം എടുത്തിട്ട് കാറ്റ് വരുന്ന പരിപാടിയാണ്. അത് അങ്ങനത്തെ ഫംഗ്ഷൻ ഓൺ ചെയ്ത് കഴിയുമ്പോഴാണല്ലോ കറക്റ്റ് AC-യിലൊക്കെ നമ്മൾ ഇരിക്കില്ലേ, അതേ തണുപ്പാണ്. ഞാനൊരു 10 മിനിറ്റ് അടുക്കളയിൽ നിൽക്കും, ഓടിപ്പിടിച്ച് വരും. അതാണ് എൻ്റെ പരിപാടി. എന്താ സുഖം. ഇപ്പം ഇതിൻ്റെ വീഡിയോ കാണാത്തവർ ഇതൊന്ന് കണ്ടു നോക്കട്ടോ. അടിപൊളി കൂളറാണ്, ജെന്യുവിൻ റിവ്യൂ ആണ്, പെയ്ഡ് പ്രൊമോഷൻ ഒന്നുമല്ല. നിങ്ങൾക്ക് അറിയാമല്ലോ, എൻ്റെ ചാനൽ കാണുമ്പോൾ തന്നെ വളർന്നു വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് പെയ്ഡ് പ്രൊമോഷൻ ഒന്നുമല്ല, ഉള്ള കാര്യം സത്യസന്ധമായിട്ട് പറഞ്ഞു. ഇപ്പോൾ 1.5 മാസം 2 മാസത്തിനടുത്തായി സാധനം മേടിച്ചിട്ട്. എന്തായാലും കൊടുത്ത പൈസയ്ക്ക് വെർത്താണ് കേട്ടോ. അടിപൊളി പെർഫോമൻസാണ്. ഈ ഇത്രയും ചൂട് സമയത്ത് നമ്മൾ AC കിടക്കുന്ന അതേ ഫീലിങ്ങാണ്. പുതച്ചിട്ടൊക്കെ ഞങ്ങൾ രാത്രി ഇവിടെ കിടക്കുന്നത്, സത്യം. വരുന്നു എൻ്റെ മകൻ. എപ്പോൾ പറഞ്ഞു വിട്ടതാ ഒരു തേങ്ങയ്ക്ക് എന്തെടുക്കുമായിരുന്നു, എന്തറിയത്തില്ലെന്ന്. എവിടെയായിരുന്നു, എത്ര നേരം വിട്ടിട്ട് പോനെ തേങ്ങ മേടിക്കാനായിട്ട്? പൊട്ടിച്ചില്ലേ അത്? താങ്ക് യു. അമ്മ ഇവിടെ ചോറുണ്ടാക്കുന്നുണ്ട്. അതെന്നെ മോനെ? എടാ, ഈ നോമ്പ് തീരാറായി. നോമ്പൊക്കെ തീർന്നു കഴിഞ്ഞാൽ നമ്മള് മീൻ മേടിക്കും. പിന്നെ ഉപ്പിലിട്ട മീന്, മാങ്ങയിട്ട മീനുവാ? എനിക്ക് മനസ്സിലായി. എന്തുവാ, ഉപ്പുമീൻ, ഉണക്കമീൻ മാങ്ങയിട്ട് വെച്ചതല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പൊ അമ്മ വെച്ച ചോറ് വേണ്ട?
ഈ ഒരാഴ്ചയും കൂടെ ഒന്നും മേടിക്കാൻ പറ്റത്തില്ല. അത് കഴിയുമ്പോഴത്തേക്ക് എന്തായാലും മേടിക്കാം. ഈസ്റ്റർ കഴിയുമ്പോഴത്തേക്ക് മേടിക്കാൻ പറ്റത്തുള്ളൂ. അത് മതി. അപ്പൊ അതുകൊണ്ട് എന്തായാലും ഇപ്പൊ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. നിനക്ക് വേണമെങ്കിൽ താഴത്തു പോയി കഴിച്ചോ, കുഴപ്പമില്ല, നിർബന്ധമില്ല, പൊക്കോ. ഡാടാ തേങ്ങ തന്നിട്ട് പോടാ, തേങ്ങ തടാ. ഓക്കെ, ഫുഡ് കഴിച്ചിട്ട് കയറി വാട്ടാ. മതി. ആ, ഇതുപോലത്തെ പുത്രന്മാരുണ്ടെങ്കിൽ നല്ല കാര്യമാണ്. നോമ്പെടുക്കാൻ കഴിയാത്ത കള്ള ക്രിസ്ത്യാനി, പോടാ, പൊക്കോ പൊക്കോ. ബേബി കറി, ഇവിടുത്തെ കറി ഇഷ്ടപ്പെടാത്തതുകൊണ്ട് താഴത്ത് പോയി അപ്പാപ്പൻ്റെ അമ്മമ്മയുടെ ഇടയ്ക്കൊന്നും കഴിച്ചോളാൻ വേണ്ട അവൻ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൻ എന്തായാലും ഉച്ചയ്ക്ക് അവിടുന്ന് കഴിക്കുന്നത്. അപ്പൊ പിന്നെ ഞാൻ ആർക്ക് വേണ്ടി പ്രഹസനം കാണിക്കുന്നത്? അവൻ കഴിച്ചോട്ടോ, അവൻ കൊച്ചല്ല, അവൻ എത്ര നേരം വെച്ച് പിടിച്ചു കഴിക്കാൻ പറ്റും. അവന് പറ്റത്തില്ല. എന്നാലും കുറെ ദിവസമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടോ. നമുക്കപ്പോൾ കറി ഉണ്ടാക്കാം. നമുക്ക് ഇതൊന്ന് വേഗം വെക്കാം കേട്ടോ. തക്കാളിയും മുരിങ്ങക്കോലും കൂടെ ഒന്ന് വേഗം വെക്കാം. അത് വെന്ത് വരുന്ന സമയത്തൊക്കെ നമുക്ക്, ഞാൻ പറഞ്ഞേ പെട്ടെന്ന് എൻ്റെ അരി വെന്തു. അപ്പൊ ഞാനത് അരി ഊറ്റട്ടെ കേട്ടോ. അരി ഊറ്റട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരി ഊറ്റട്ടെ, അടക്കട്ടെ എന്നൊക്കെ പറയും. ഞങ്ങൾ അടയ്ക്കാന്നാ വേണം, ചിലർക്ക് ഊറ്റാന്ന് പറയും. അപ്പൊ ഞാൻ ഇങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ തന്നെ, എന്നാലും പഠിക്കത്തില്ല. ഉപ്പിടാണ്ടാട്ടാ ഞാൻ കഞ്ഞി വാർക്കുന്നത്. ചിലടത്ത് ഊറ്റ പറയും, ചിലടത്ത് അടയ്ക്കുന്നെന്ന് പറയും, കഞ്ഞി വാർക്കാന്ന് പറയും. ഞാൻ എന്തായാലും ഉപ്പിടാണ്ട കഞ്ഞി വാർക്കുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കഞ്ഞിവെള്ളം ആവശ്യമുണ്ട്. ഇങ്ങനെ ഉപ്പിടാണ്ട് കഞ്ഞി ഇങ്ങനെ ഊറ്റും. നല്ല ചൂടാ. നിങ്ങളൊക്കെ എങ്ങനെ കഞ്ഞി ഇങ്ങനെ അടയ്ക്കുന്നത്? പലർക്ക് പല രീതിയിലാട്ടോ. ഇവിടെ താഴത്ത് മമ്മിയെല്ലാം ഇങ്ങനെ ഒരു തവി പോലത്തെ സാധനമുണ്ട്. അതിനകത്ത് ഇങ്ങനെ നിറച്ചും ഹോളുള്ള സാധനം. അത് വെച്ചിട്ട് ഇങ്ങനെ കോരി എടുക്കും. അത് കുറേ മെനക്കെട്ട പരിപാടിയാണ്. എനിക്ക് അങ്ങനെ മെനക്കെട്ട പരിപാടിയൊന്നും താല്പര്യമില്ല. എനിക്കിങ്ങനെ ഒറ്റയടിക്കുള്ള പരിപാടിയൊക്കെ ഇഷ്ടമുള്ളൂ. കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, ഒറ്റയടിക്ക് പരിപാടി ചെയ്യും. ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ ഇരുന്നോളും. നമ്മൾ അതിൻ്റെ പുറകെ നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ മുരിങ്ങക്കോലും തക്കാളിയും തിളച്ച് വരട്ടെ. അപ്പൊ നമുക്ക് ഞങ്ങൾ അരപ്പ് റെഡിയാക്കാം. തേങ്ങ ചെറുതാക്കാം. അപ്പൊ ഈ തേങ്ങ ചിരവില്ലേ, ഈ ചിരവ എനിക്ക് കുറച്ചും കൂടി എളുപ്പമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ നമുക്ക് താഴത്തൊക്കെ ഇരുന്ന് ചേർക്കണ്ടേ. ഇത് നമ്മളിത് കണ്ടോ, ഒരു പ്രാവശ്യം അതിന്റെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടോ എങ്ങനെ നമുക്ക് എടുത്ത് മാറ്റാം. പിന്നെ ഇത് ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ട്. അത് നമ്മുടെ ഇവിടുത്തെ സ്ലാവുമായിട്ട് ചേർത്ത് വെച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രഷർ ഇങ്ങനെ ചാരി നിന്നിട്ട് നമുക്ക് സുഖമായിട്ട് ചിരണ്ടിയെടുക്കാം. അത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് എടുത്ത് മാറ്റാം. ഇവിടെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമായോ. പിന്നെ അത് നമുക്ക് ഈ തൂക്കുമ്പോഴും തുടയ്ക്കുമ്പോഴൊക്കെ, കമ്പിളൊക്കെ തൂക്കുമ്പോഴും തുടയ്ക്കുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതാണ് കുഴപ്പമില്ല. നമുക്ക് ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. തേങ്ങ ഉണ്ടാക്കാം. ഫോട്ടോ ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്, നമ്മൾ സാധനം എടുക്കുക നമുക്ക് സവോള, പച്ചമുളക്, പിന്നെ ചെറിയൊരു നുള്ള് ഇഞ്ചി, പിന്നെ കറിവേപ്പില, ഉപ്പ്, നമ്മുടെ ഇത്തിരി തേങ്ങയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണ് ഞാൻ മുട്ട പൊരിക്കുന്നത്. നല്ല ടേസ്റ്റിങ്ങിന് ഒന്ന് പൊരിച്ചു നോക്കോട്ടോ, അടിപൊളിയാണേ. തക്കാളിയും മുരിങ്ങയ്ക്കായും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്തേക്ക് കുഞ്ഞി ജീരകവും 2-3 കഷ്ണം വെളുത്തുള്ളിയും പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും നമ്മുടെ കാശ്മീരി മുളക് പൊടിയും കൂടി നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അരപ്പ് റെഡി. പിന്നെ നമുക്ക് താളിച്ചെടുത്ത് വെച്ചാൽ മതി. ആ സമയം കൊണ്ട് തന്നെ ഞാൻ കുറച്ച് ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. സാധാരണ നമ്മളെല്ലാം ചെയ്യുന്നതൊക്കെ അതിനകത്തേക്ക് സവോള, പച്ചമുളക്, കറിവേപ്പില, കുറച്ച് തേങ്ങ ചിരവിയത്, പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ തിരുമ്മി എടുത്തു കഴിഞ്ഞാൽ തോരനുള്ളതുമായി. അങ്ങനെ നമ്മൾ എല്ലാം കൂടി ഒരുമിച്ച് തന്നെ നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. അപ്പോൾ 3 അടുപ്പ് ഞാൻ ഒരുമിച്ച് തന്നെ കത്തിച്ചിട്ടുണ്ട്. നമ്മുടെ തക്കാളിയും മുരിങ്ങയും വെന്തിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് ചൂടാകാൻ വേണ്ടിയിട്ട് വെള്ളം അതിന് വേണ്ടിയിട്ട് ഞാൻ വെച്ചേക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പം ഒറ്റയടിക്ക് നമുക്ക് പരിപാടി തീർത്തെടുക്കാം. 2 പാനിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തോരനും നമ്മുടെ മുട്ട പൊരിക്കാനും വേണ്ടിയിട്ടുള്ള വെളിച്ചെണ്ണ ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അങ്ങനെ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തോരൻ ഉണ്ടാക്കാൻ പോകുന്ന ചീനച്ചട്ടിക്കകത്തേക്ക് നമുക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം.
മുട്ട ഉണ്ടാക്കാൻ വെച്ചിരിക്കുന്ന പാൻ നന്നായിട്ട് എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് മുട്ട നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. ഇതിനകത്തോട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ച് കുരുമുളകും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതെല്ലാം കൂടി ആകുമ്പോഴത്തേക്ക് അതുകൊണ്ട് ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നില്ല, പക്ഷേ കുരുമുളക് കൂടി ഇട്ടാലും കുറച്ചും കൂടി ടേസ്റ്റാണ്. ഇഞ്ചി ഇട്ടേക്കുന്നതുകൊണ്ടാണ് ഞാൻ പിന്നെ പ്രത്യേകിച്ച് കുരുമുളക് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊന്നും നമുക്കൊന്ന് പരത്തി കൊടുക്കാവേ, അതവിടെ നിന്ന് വേവട്ടെ. അപ്പം നമ്മുടെ കുറച്ച് കടുക് ഇട്ട് കൊടുത്തിരുന്നില്ലേ നമ്മൾ തോരൻ ഉണ്ടാക്കാൻ, കടുക് ഇട്ട് കൊടുത്തതും നന്നായിട്ട് പൊട്ടി തുടങ്ങി. അപ്പോൾ അതിന് കുറച്ചും കൂടി ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇച്ചിരി ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉഴുന്നുപരിപ്പ് ഞാൻ മിക്കപ്പോഴും തോരൻ ഉണ്ടാക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കും. അങ്ങനെ നമ്മുടെ മുട്ട ഒരു സൈഡ് വൃത്തിക്ക് വെന്ത് കഴിഞ്ഞു. അപ്പോൾ അപ്പുറത്തെ സൈഡ് കൂടി മറിച്ചിട്ടിട്ട് നമുക്കതങ്ങ് ഓഫ് ചെയ്തങ്ങ് മാറ്റി വെച്ചേക്കാം. അത് പിന്നെ ബാക്കി അവിടെ ഇരുന്ന ചട്ടിയുടെ ചൂട് കൊണ്ടങ്ങ് വെന്തോളും. നമ്മൾ നേരത്തെയും കാലത്തൊന്നും എഴുന്നേറ്റ് കഷ്ടപ്പെടണമെന്നില്ല. നമ്മൾ അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ അറിയാമെങ്കിൽ ഉണ്ടല്ലോ അടുക്കള ജോലിയെല്ലാം പെട്ടെന്ന് തന്നെ കഴിയും. കാരണം ഞാനിപ്പം ഈ ഒരൊറ്റ കട്ടിങ് പോലും ഇല്ലാണ്ട് ഇത്രയും സാധനങ്ങൾ വയ്ക്കുന്നത്. നമ്മൾ അതൊന്ന് നല്ലപോലെ ഒന്ന് അറേഞ്ച് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ അടുക്കളപ്പണിയെല്ലാം വേഗം തീരുന്നൊരു പരിപാടിയാണ്. ചിലർ പറയും അടുക്കളപ്പണി ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന്. എനിക്കങ്ങനെ തോന്നാറില്ല കേട്ടോ. അങ്ങനെ അപ്പുറത്ത് നമുക്ക് തോരനും നമ്മൾ വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ നമ്മൾ നേരത്തെ അരയ്ക്കാൻ വെച്ചിരുന്ന അരപ്പ് നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് നമുക്കിനി നമ്മുടെ ചട്ടിയിലോട്ട് കൂട്ടി അങ്ങ് ഒന്ന് തിളയ്ക്കാനായിട്ട് വയ്ക്കാം. അതൊന്ന് തിളച്ച് വരുന്ന സമയത്തേക്ക് താളിക്കാനുള്ള പരിപാടികളും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 3 കറി ഒറ്റയടിക്ക് നമുക്ക് സെറ്റായി. കറി താളിക്കുന്നത് എങ്ങനെയാണെന്നൊന്നും പിന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണ്ടല്ലോ. കുറച്ച് വെളിച്ചെണ്ണ വെച്ച് ചൂടായി വരുമ്പോഴത്തേക്ക് കുറച്ച് കടുക് ഇട്ടു, പിന്നെ വട്ടത്തിലരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് മൂപ്പിച്ചു. അത് കഴിയുമ്പോഴത്തേക്ക് 2-3 വറ്റൽമുളക് ഇട്ടു, പിന്നെ ഒരു ഇത്തിരി കറിവേപ്പിലയും കൂടി ഉണ്ടെങ്കിൽ സൂപ്പറായി. കറി താളിക്കലും അടിപൊളി. അതും കഴിഞ്ഞു. ഈ താളിച്ച് ആ കൂട്ട് കറിയിലോട്ട് ഒഴിക്കുമ്പോഴത്തേക്ക് ഒരു സ്മെല്ല് വരും. എൻ്റെ ദൈവമേ, എത്ര വിശക്കാത്തവനും വിശക്കുന്ന ഒരു സ്മെല്ലാണ് കേട്ടോ. അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അത്ര സ്മെല്ല്. പിന്നെ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല, പെട്ടെന്ന് തന്നെ ചോറുണ്ണുക, അത് മാത്രമേ വഴിയുള്ളൂ. അങ്ങനെ ഞാനും ചോറുണ്ണാൻ പോവാണ്. ചോറെടുത്തിട്ടുണ്ട്, മുട്ട പൊരിച്ചും എടുത്തിട്ടുണ്ട്, നമ്മുടെ ബീറ്റ്റൂട്ട് തോരൻ എടുത്തിട്ടുണ്ട്. ഇനി 2-3 മുരിങ്ങക്കായും കുറച്ച് ചാറും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ ആഹാ ഉശാൽ. ഉശാലല്ലോ, കുശാൽ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് കഴിച്ചേച്ച് വരാം. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ ഹെലൻ സൈനിങ്.